കേരളപ്പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭ ചേരും. അതിദാരിദ്ര്യമില്ലാത്ത കേരളം പ്രഖ്യാപനമാണ് പ്രധാന അജണ്ട. സെയ്ഫ് സൈൻലാബ്ദീൻ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സെയ്ഫ്, പ്രത്യേക നിയമസഭ ചേരാനിരിക്കുകയാണ് കേരളപ്പിറവി ദിനത്തിൽ. എന്താണ് ലക്ഷ്യം? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കേരളം എന്ന പ്രഖ്യാപനം അത് നടത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന കാര്യം. അത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വിവിധ തരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ എണ്ണം എടുത്ത് ഏതാണ്ട് 66,000-ഓളം ആൾക്കാരാണ് അതിദാരിദ്ര്യം ഉള്ളവരായി സംസ്ഥാനത്ത് കണക്കെടുപ്പിൽ മനസ്സിലായത്. അവരെ അതിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് അവരെ സാധാരണ ജനങ്ങളുടെ ജീവിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുകയാണ്. അതിന്റെ പ്രഖ്യാപനമാണ് 1-ാം തീയതി നടത്താൻ പോകുന്നത്. അതിനൊപ്പം തന്നെ മറ്റു ചില സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. കാരണം 1-ാം തീയതി കഴിഞ്ഞതിന് പിന്നാലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതുകൊണ്ട് ക്ഷേമ പെൻഷൻ വർധനം അടക്കമുള്ള ചില പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത കൂടി തള്ളിക്കളയേണ്ട. അങ്ങനെ ചില സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകും. എന്തായാലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കേരളം എന്ന പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് 1-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരുന്നത്. അമൃത. ശരി, സെയ്ഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.